പുറം ലോകത്തെത്താൻ വഴിയില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് പറവൂരിലെ പന്നക്കാട് തുരത്ത് നിവാസികൾ. കോൺക്രീറ്റ് തൂണുകൾ നിരത്തി അപകടകരമായ രീതിയിലാണ് 8 കുടുംബങ്ങൾ മറുകരയ്ക്കെത്തുന്നത്. കിടപ്പു രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാതെ നരകിക്കുകയാണ് പന്നക്കാട്ട് തുരുത്തിലെ ജനങ്ങൾ. മഹാപ്രളയം മുതലാണ് പന്നക്കാട്ട് തുരുത്തിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചത്. തുരുത്തിലേക്ക് വഴിയില്ലാത്തതാണ് ഇവരുടെ പ്രശ്നം. താൽക്കാലികമായി സജ്ജീകരിച്ചിരിക്കുന്ന കോൺക്രീറ്റ് തൂണുകളിലൂടെയാണ് മറുകരയ്ക്കെത്തുന്നത്. തുരുത്തിനു ചുറ്റുമുള്ള വെള്ളം കൂടുമ്പോൾ ഈ തൂണുകൾ മുങ്ങും. 8 കുടുംബങ്ങൾ ഒറ്റപ്പെടും. 2018 മുതലാണ് പ്രശ്നം അതിരൂക്ഷമായത്. ഇവിടേക്കുള്ള റോഡ് ശരിയാക്കാൻ ചുറ്റുമുള്ള ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകി. എന്നാൽ ഒരാൾ മാത്രം സമ്മതം നൽകാത്തതിനാൽ റോഡ് പണി തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ തലമുറകളായിട്ട് താമസിക്കുന്നതാണ് ഈ 8 വീട്ടുകാർ. മുമ്പ് അവിടെ ചെമ്മീക്കെട്ടായിരുന്നു. ആ ചെമ്മീക്കെട്ട് തകർന്നു പോയിട്ട് അവിടെ ചെമ്മീക്കെട്ടുള്ള വശത്തെ ഭൂമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിന് ആഴം കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്ഥലം ഉടമയുടെ വാശി എന്താ അറിയില്ല, അവർക്കത് വരെ സ്ഥലം നമുക്കത് വിട്ടുവഴിക്ക് തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിറയൊക്കെ ഇടിഞ്ഞു പോയി കിടക്കണോണ്ടിട്ട് ഒരു ചെറിയ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മുടെ മുറ്റം മൊത്തം നിറയും. ഓരോ മഴക്കാലവും പന്നക്കാട്ട് തുരുത്തുകാർക്ക് ദുരിതകാലമാണ്. പ്രളയകാലത്ത് ചിറയിലേക്ക് ചെളി വന്നടിഞ്ഞതോടെ തുരുത്തിലേക്ക് എളുപ്പത്തിൽ വെള്ളം കയറും. അവിടെ നിന്നും പുറത്തു കടക്കാനാണെങ്കിൽ വഴിയുമില്ല. കിടപ്പ് രോഗികളെ അടക്കം എടുത്തുകൊണ്ട് വേണം മറുകരയ്ക്ക് എത്തിക്കാൻ. അരയ്ക്കൊപ്പം വെള്ളം നീന്തിക്കടന്നാലേ മെയിൻ റോഡിലേക്ക് എത്താൻ സാധിക്കൂ. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അഴുക്കുവെള്ളത്തിലാണ് ജീവിതം പകുതിയും തള്ളി നീക്കുന്നത്. കുട്ടൻതുരുത്തുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. പന്നക്കാട്ട് തുരുത്തുകാരുടെ റേഷൻ കടയും അങ്കനവാടിയും എല്ലാം ഇവിടെയാണുള്ളത്. എന്നാൽ മുൻവശത്തെ വഴി ശരിയാക്കിയാലേ ലിങ്ക് റോഡിന്റെ പണി തുടങ്ങാൻ സാധിക്കൂ. ഇപ്പോൾ തുരുത്തിന്റെ പിറകുവശത്തും വഴിയില്ലാതെ മരത്തടികളിലൂടെയാണ് സഞ്ചാരം. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് തുരുത്തുകാർ. പരാതികൾ കൊടുത്താലും സ്ഥലം വിട്ടുകിട്ടിയാലേ വഴിയുണ്ടാകൂ. 8 കുടുംബങ്ങളുള്ള പന്നക്കാട്ട് തുരുത്തിൽ 5 എണ്ണം പട്ടികജാതി കുടുംബങ്ങളാണ്. 2 കിടപ്പു രോഗികളും ഇവിടെയുണ്ട്. നടപ്പാത ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ്. എന്ത് കാരണത്തിന്റെ പേരിലായാലും അത് നിഷേധിക്കുന്നത് മനുഷ്യത്വപരമല്ല, നിയമവിരുദ്ധമാണ്. ക്യാമറാമാൻ ആദർശിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. രോഗികളെ മെയിൻ റോഡിലേക്ക് എത്തിക്കുക എന്നതാണ് പന്നക്കാട്ട് തുരുത്ത് നിവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ജീവൻ പണയം വെച്ചാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതെന്നും തുരുത്തുകാർ പറയുന്നു. പ്രതികരണത്തിലേക്ക്. ഞങ്ങളുടെ വീടാണെങ്കിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാണ്. അവിടെ വെള്ളം കയറി പെരട ചവിട്ടുപടി വരെയും കയറിയാണ്. ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിലും ഭയങ്കര മുട്ടിനൊപ്പം നീന്തിയാണ് ഞങ്ങൾ പോണത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു രോഗിയുണ്ട്, ക്യാൻസർ. എൻ്റെ നാത്തൂനാണ്. പുള്ളിനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഞങ്ങൾ പൊക്കി കൊണ്ടുപോകണം. നടന്ന് പോകാൻ പറ്റണില്ല പുള്ളിക്ക്. അപ്പോൾ ഈ റോഡ് ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ വരെ വന്നാൽ നമുക്ക് രോഗിനെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. കാലിനൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഈ വെള്ളത്തിലേക്കൂടെ നീന്ന് അഴുക്ക് വെള്ളമാണല്ല. എന്തെങ്കിലും അസുഖം വരുമ്പോൾ പേടിയാണ് പുള്ളിക്ക്. കസേരയിലിരുത്തിയാണ് കൊണ്ടുപോകണത്. ഈ കസേരയിലിരുത്തിയാണ് 2 പേര് പിടിച്ച് കൊണ്ടുപോകണത്. പിടിച്ചുകൊണ്ട് പോകാൻ ആ വഴി കൂടി പോകാൻ പറ്റണുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ചുറ്റിപ്പിരിവാനുണ്ട്. ചേച്ചി വീണിട്ട് കൈ ഒളിഞ്ഞ്. രാജേഷിൻ്റെ മോൻ ഇതുപോലെ തന്നെ ഈ പാലില്ലേ, പാലത്തിൻ്റെ അവിടെ കയറിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാനാണ് രക്ഷിച്ചത്. ചത്തുപോകേണ്ട ആള്. മുട്ടിന് മേലെ വെള്ളം വരും. പാടില്ലാത്ത ആളാണ്. ഒട്ടും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കയറിയാൽ ഒട്ടും എടുത്ത് പൊക്കിയാണ് എന്നെ കൊണ്ടുപോകണത് മരുന്നിനൊക്കെ. വീണിട്ടുണ്ട്, 2 പ്രാവശ്യം വീണിട്ടുണ്ട്. അവിടെ തട്ടി വീഴും. അപ്പം എൻ്റെ ആങ്ങളെ 2 കൈക്കും പിടിച്ചാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങോട്ട് ഒറ്റക്ക് നടക്കാൻ പറ്റൂല എനിക്ക്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒട്ടും നടക്കാൻ പറ്റൂല. അതിനകത്തോട്ട് കുഴിയിലോട്ട് വീണ പോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ പിള്ളേരെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഷൂ ഒക്കെ ഇടിച്ച് വണ്ടി കയറ്റി സ്കൂളിലൊക്കെ. വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകും. അശ്വതി, ഭൂ ഉടമയുടെ പിടിവാശി കാരണമാണ് വഴിയൊരുക്കാൻ സാധിക്കാത്തത് എന്നാണ് ഇവർ പറയുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പോലും ഈ തുരുത്തിലേക്ക് എത്താത്തത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണല്ലോ അശ്വതി. പന്നക്കാട്ട് തുരുത്തിൽ നിന്ന് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വഴി അവർക്ക് വലിയൊരു ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്.
അവിടെയുള്ള ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എല്ലാവരും വിട്ടു നൽകുന്നില്ല എന്നതാണ് ഇതിലെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഈ സ്ഥലം വിട്ടു നൽകിയാൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു വഴി അവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കിടപ്പ് രോഗികളെ അടക്കം എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. അവർ മാത്രമല്ല, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ വെള്ളത്തിലൂടെ നീന്തി വേണം മറുകരയ്ക്ക് എത്താനായിട്ട്. സാധാരണ ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഈ തുരുത്തിലേക്ക് പത്രമോ പാലോ അങ്ങനെയുള്ള അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കാൻ, അതായത് ദിവസേന എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത്തരത്തിലുള്ള ആളുകളൊന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. ഈ തുരുത്തിൻ്റെ പിൻഭാഗത്താണ് തൊട്ടടുത്ത തുരുത്തിലേക്കുള്ള റോഡ് ഉള്ളത്. അങ്ങനെയൊരു പദ്ധതി സാങ്ഷൻ ആയിട്ടുണ്ട്. പക്ഷേ അത് നിർമ്മിക്കണമെങ്കിലും മുൻവശത്തെ ഈ റോഡ് നന്നാക്കിയാൽ മാത്രമാണ് ആ ലിങ്ക് റോഡ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും പുറത്തു പോകുന്നതിനൊക്കെ ഈ ഒരു ലിങ്ക് റോഡ് പ്രോജക്റ്റ് ആവശ്യമാണ്. എന്തായാലും വലിയ ദുരന്തമാണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. അധികാരികൾ കണ്ണു തുറന്ന് കാണണമെന്നാണ് അവരുടെ ആവശ്യം.